ഗൈസ്, അപ്പോൾ ഇന്നലെയായിരുന്നു ബൂമെക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് രഘുനിർവേദ് എന്ന വെബ് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ സാധാരണ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ റിലീസ് ചെയ്യുന്നതാണ്. പക്ഷേ ആ ഒരു ടൈമിൽ ഇന്നലെ ഈ ഒരു സീരീസ്, അതായത് രഘുനിർവേദ് എന്ന വെബ് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡ് റിലീസ് ചെയ്തില്ല ബൂമെക്സിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ നമ്മൾ ചാനൽ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇട്ടായിരുന്നു, ഇന്നലെ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നു, ബൂമെക്സിൻ്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്തിട്ടില്ല, എന്താണ് റിലീസ് ചെയ്യാത്തത്, നാളെയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ. പക്ഷേ ഇന്നലെ തന്നെ റിലീസ് ചെയ്തായിരുന്നു. പക്ഷേ ഒരു 10:30-11 മണിയോട് കൂടിയാണ് റിലീസ് ചെയ്തത്. ഓക്കെ, എന്തായാലും ഒരു പറഞ്ഞ വാക്ക് പാലിച്ചു. ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. പക്ഷേ ഇന്നലെ രാത്രി ഒരു 10:30-11 മണിയോട് കൂടി തന്നെ രഘുനിർവേദ് എന്ന വെബ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ സീരീസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ റിവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഫോർമലായിട്ട് റിവ്യൂയിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു വെബ് സീരീസിൻ്റെ ഡ്യൂറേഷനെ പറ്റി നോക്കാം. ഏകദേശം 31 മിനിറ്റ് 39 സെക്കൻഡാണ് ഒരു വെബ് സീരീസിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. റൗണ്ട് ചെയ്ത് 32 മിനിറ്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. സാമാന്യം എന്താ പറയുക, നല്ല ദൈർഘ്യമുള്ളൊരു വെബ് സീരീസാണ്. ഓക്കെ, അതായത് 32 മിനിറ്റ് ഡ്യൂറേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം, ഐ മീൻ സ്റ്റോറി ആണെങ്കിലും സംഭവങ്ങളാണെങ്കിലും കളിയാണെങ്കിലും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു കഥാസാഹചര്യത്തെ പറ്റി നോക്കുകയാണെങ്കിൽ രഘുനിർവേദ് എന്ന വെബ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടല്ലോ, അതിനകത്തൊരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ താമസിക്കുവാണ്. ഇന്ന് എല്ലാവരും അവധിയൊക്കെയാണ്, ജോലിക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഭാര്യയും ഭർത്താവോടെ കൂടി കിട്ടിയ ഒരു അവധി എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പ്ലോട്ടായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ സെക്കൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായകൻ്റെ അനിയനും ഭാര്യയും കൂടി നായകൻ്റെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ നായകൻ്റെ ഭാര്യ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ നായകൻ്റെ അനിയനോട് പറയുകയാണ്, എന്നെ ഓഫീസിലേക്ക് ഒന്ന് ആക്കാവോ എന്ന്. അപ്പോൾ നമ്മുടെ നായകൻ്റെ അനിയനും നായകൻ്റെ ഭാര്യയും കൂടി എന്താ പറയുക ഓഫീസിലേക്ക് പോവാണ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് വീട്ടിലാകെ ഉള്ളത് നമ്മുടെ നായകനും നായകൻ്റെ അനിയൻ്റെ ഭാര്യയും മാത്രമാണ്. അപ്പോൾ ഇവർക്കിടയിൽ നടക്കുന്ന ഒരു കള്ളത്തരം, അതായത് ആരും അറിയാതെ നടക്കുന്ന കളിയാണ് ഈ വെബ് സീരീസിൻ്റെ പ്ലോട്ടായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ സീരീസിൻ്റെ ഇടയ്ക്ക് പറയുന്നുമുണ്ട് അവന് ഡൗട്ടൊന്നും ഇല്ലോ എന്ന് നമ്മുടെ നായകൻ അനിയൻ്റെ ഭാര്യയോട് ചോദിക്കുന്നുമുണ്ട്. ഓക്കെ, ഈ ഒരു വെബ് സീരീസിന് മിക്കവാറും ഒരു 3rd എപ്പിസോഡ് കൂടി ഉണ്ടാവാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായകൻ്റെ ഭാര്യയും നായകൻ്റെ അനിയനും കൂടിയുള്ളൊരു ഐറ്റം 3rd എപ്പിസോഡായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞൊരു പ്ലോട്ടിൽ, അതായത് നമ്മുടെ നായകൻ്റെ അനിയനും നായകൻ്റെ ഭാര്യയുടെ കൂടി ഒരു സംഭവം 3rd എപ്പിസോഡായിട്ട് വിടുകയാണെങ്കിൽ അതൊരു ഒന്നൊന്നര കൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇതുവരെ ഇറങ്ങിയൊരു വെബ് സീരീസുകളിൽ എന്താ പറയുക, ഒന്നൊന്നര ഐറ്റം ആയിരിക്കും ആ സാധനം റിലീസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, നമുക്ക് അതിൽ 3rd എപ്പിസോഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നമുക്ക് അതിൽ നോക്കാം. ഓക്കെ, പിന്നെ വെബ് സീരീസിന് ഔട്ട്ഡോർ ഷൂട്ടിങ്ങുള്ള കാര്യങ്ങളൊന്നും തന്നെ, ഇൻഡോർ ഷൂട്ടിങ്ങാണ് മൊത്തമായിട്ട് വന്നിരിക്കുന്നത്. ഒരു വീടിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ റൂമിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കാണിച്ചു പോയിരിക്കുന്നത്. ഇൻഡോർ ആണെങ്കിൽ കൂടി വൃത്തിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ഒക്കെ കൊള്ളാമായിരുന്നു. അതായത് എല്ലായിടത്തും ഒരു റിച്ച്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി വൈസ് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഡബ്ബിങ് കൊള്ളാമായിരുന്നു. അതിപ്പോൾ ലിപ്സിങ് ആണെങ്കിലും ശരി, ഡയലോഗ്സ് ആണെങ്കിലും ശരി, എല്ലാം നോക്കും കണ്ടുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആ സീനിനെയൊക്കെ ഒന്ന് കൊഴുപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സീനുമായിട്ട് കാണുന്ന പ്രേക്ഷകനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കുന്നതിൽ ഡയലോഗ്സ് വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. ഓക്കെ, അതായത് ഏകദേശം 32 മിനിറ്റ് സീരീസ് ഉണ്ടെങ്കിൽ ആകെ 2-2.5 മിനിറ്റാണ് ആകെ ഡയലോഗ്സ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി 29-30 മിനിറ്റോളം കളിയാന്ന് തന്നെ ഓർക്കണം കേട്ടോ. പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും ഒക്കെ നോക്കും കണ്ടുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തെ കുറിച്ച് കുറ്റക്കുറവെന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഇതൊന്നും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ എന്നറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഡീറ്റെയിലായിട്ട് എല്ലാം കാണിച്ചു പോകുന്നുണ്ട്. കാണിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും ഇത്തവണയും ബൂമെക്സ് കാണിച്ചിട്ടില്ല. ഡീറ്റെയിലായിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് ക്ലോസപ്പ് ഷോട്ട്സൊക്കെ ഇഷ്ടം പോലെ വെച്ച് നല്ല അറിഞ്ഞ് തന്നെ പണിതിട്ടുണ്ട്. ഓക്കെ, പിന്നെ നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യമെല്ലാം കൊള്ളാമായിരുന്നു. അതായത് എല്ലാ വെബ് സീരീസിലും ഒത്തുവരുന്നൊരു സംഭവമല്ല നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രി. നായകൻ ചുമ്മാ വന്ന് നായിക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ കാണുന്ന പ്രേക്ഷകന് ഒരു കണക്റ്റ് കിട്ടാൻ വേണ്ടി എന്താ പറയുക ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പം നമ്മുടെ നായികയും അറിഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമില്ലേ, ഐ മീൻ രണ്ടുപേർക്കും ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിലേ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇരട്ടി കിക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേനും ഇത്തവണ സംഭവം പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ. വീക്കെൻഡൊക്കെ ആയിട്ട് ഒരു കിടുക്കാച്ചി വെബ് സീരീസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഗംഭീര ഐറ്റം തന്നെയായിരിക്കും രഘുനിർവേദ് എന്ന വെബ് സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡ്. പിന്നെ കാസ്റ്റിംഗ് ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നായക ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. ഇതിനു മുമ്പും എന്താ പറയുക ബൂമെക്സിൻ്റെ സീരീസുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് കൂടിയാണ് ഈ ഒരു വെബ് സീരീസിൽ വന്നിരിക്കുന്നത്. അത് മാത്രമേ അറിയാവുള്ളൂ. നായക ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ, അതായത് ബാക്കി കാസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാമെങ്കിൽ ഉറപ്പായും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ.
അപ്പോൾ ഈ ശനി ഞായർ അടിച്ചു പൊളിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഈ ഒരു സാധനത്തിൽ തന്നെയുണ്ട്. അപ്പോൾ എൻജോയ് ചെയ്യുക, തകർത്തടിച്ച് പൊളിക്കുക. ഓക്കെ, ബൈ.